അച്ഛൻ. മോനെ, നീ എവിടെയാ? വരുന്നു അമ്മേ. എന്തെടുക്കുവരുന്നു നീ? അമ്മേ, ആരാ ഈ സന്തോഷച്ചൻ? എന്താ ഈ ബെത്സദ? അച്ഛൻ പണ്ട് തിരുവനന്തപുരത്തായിരുന്ന കാലം. ഒരു ദിവസം വഴിയിൽ കൂടിപ്പോകുമ്പോൾ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾ ആരും നോക്കാനില്ലാതെ ഇരിക്കുന്നത് കണ്ടു. അദ്ദേഹത്തെ കണ്ടപ്പോൾ അച്ഛന് വഴിയിൽ ഉപേക്ഷിച്ചു പോരാൻ മനസ്സ് വന്നില്ല. അച്ഛൻ അദ്ദേഹത്തെ കൂടെ കൂട്ടി. ശരീരത്തിന് മുറിവുകൾ ഉള്ളതിനാൽ ആരും തന്നെ അദ്ദേഹത്തെ നോക്കാൻ തയ്യാറായില്ല. എന്നിട്ട് ആ വ്യക്തിയെ നോക്കാൻ വേണ്ടി അച്ഛനൊരു വീട് വാടകയ്ക്കെടുത്തു. അച്ഛൻ ആ വ്യക്തിയെ അവിടെ ശുശ്രൂഷിക്കുവാൻ തുടങ്ങി. പിന്നീട് ഒരാൾ കൂടി വന്നു. പിന്നീട് ഒരുപാട് പേര്. ആരെയും അച്ഛൻ നിരസിച്ചില്ല. എല്ലാവരെയും സന്തോഷത്തോടെ ശുശ്രൂഷിച്ചു. കാലങ്ങൾ കടന്നുപോയി. ജാതി മതഭേദമന്യേ അനേകം ആൾക്കാരുടെ സഹായത്താലും പ്രാർത്ഥനയാലും പത്തനംതിട്ട ജില്ലയിൽ തുമ്പമൺ താഴം പുന്നക്കുന്ന് എന്ന സ്ഥലത്ത് ബെത്സേദ എന്ന സ്വർഗം പണിയപ്പെടുകയും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തുമ്പമൺ ഭദ്രാസനം ഈ സ്ഥാപനം ഏറ്റെടുത്തു നടത്തുകയും ചെയ്യുന്നു. Bethesda Mission Home, the home of peace, love and unity. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകരക്ഷകനായ യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന സമൂഹത്തിനെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തുമ്പോൺ ഭദ്രാസനത്തിന്റെ ബെത്സേദ മിഷനും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന, ആരുമില്ലാതെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് കഴിയുന്നവരായ ആൾക്കാരെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടിയിട്ടാണ്. ബെത്സേദ മിഷൻ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് നിർവഹിക്കുന്നത്. ഇവിടെ ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രോഗികളായി ഭവനങ്ങളിൽ പ്രതിസന്ധിയിലും പ്രയാസത്തിലും കഴിയുന്നവരെ ചേർത്ത് നിർത്തി നല്ല ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇവിടെ അതിന് സജ്ജരായിട്ടുള്ളവർ ഉണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ടതായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു നല്ല കൂട്ടായ്മ ബെത്സേദ മിഷനിൽ ഉണ്ട്. രോഗികളായി പ്രയാസപ്പെടുന്നവരെ അവരെ ചേർത്ത് നിർത്തുവാനും അവരെ സംരക്ഷിക്കുവാനും ബെത്സേദ മിഷൻ കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതായ കാര്യമാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തുമ്പമൺ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചുവരുന്ന ബെത്സേദ മിഷൻ ഹോം തുമ്പമൺ താഴം പുന്നക്കുൻമലയിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കരുണയുടെ ഭവനമാണ്. 2012 മാർച്ച് 6 ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് വരെ അനേകരുടെ ജീവിതത്തിൽ വെളിച്ചമായി മാറിയിരിക്കുന്നു. ബെത്സേദ എന്ന വാക്കിന്റെ അർത്ഥം കരുണയുടെ ഭവനം, കൃപയുടെ സ്ഥലം എന്നാണ്. ജെറുസലേമിലെ ആട്ടുവാതിൽക്കൽ ദുരിതപൂർവമായ ജീവിതം നയിച്ചിരുന്നവർ 38 വർഷം കഷ്ടത അനുഭവിച്ച ഒരാളെ യേശു സുഖപ്പെടുത്തി. അതേ കാരുണ്യത്തിന്റെ സുവിശേഷമാണ് ഈ സ്ഥാപനത്തിന്റെ ജനനത്തിന് കാരണം. മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ, അനാഥർ, ഉപേക്ഷിക്കപ്പെട്ടവർ, ആശ്രയമില്ലാത്തവർ, ഓട്ടിസം ബാധിച്ചവർ, ബുദ്ധിമാന്ദ്യമുള്ളവർ, ജീവിതത്തിന്റെ വഴികളിൽ ഒറ്റപ്പെട്ടവരെ ബെത്സേദ സ്നേഹത്തോടെ ചേർത്തുപിടിക്കുന്നു. ഫാദർ സന്തോഷ് ജോർജ് ആരംഭിച്ച ഈ ശുശ്രൂഷ തെരുവിൽ അലഞ്ഞു നടന്നവരെ സംരക്ഷിക്കുന്നതിലൂടെ തുടങ്ങി. കഴിഞ്ഞ 12 വർഷങ്ങളിൽ അനേകം ജീവിതങ്ങളെ പുനർനിർമ്മിക്കാൻ കഴിഞ്ഞു. 16.5 സെന്റ് ഭൂമിയിൽ തുടങ്ങി 2025ഓടെ 3 ഏക്കറോളം ബെത്സേദ വളർന്നു. ഇത് ദൈവാനുഗ്രഹത്തിന്റെ തെളിവാണ്. 2024 ഒക്ടോബർ 31 സ്ഥാപനം ഔദ്യോഗികമായി തുമ്പമൺ ഭദ്രാസനത്തിന് കൈമാറപ്പെടുകയും
ഭദ്രാസന കൗൺസിൽ യോഗം ചേർന്ന് ഒരു പുതിയ ജനറൽ ബോഡി രൂപീകരിക്കുകയും ചെയ്തു. ഇത് ബെത്സേദയുടെ വളർച്ചയ്ക്ക് ശക്തി പകർന്നു. മാർ മീഖായേലിന്റെ നാമത്തിൽ സ്ഥാപിച്ച കൽക്കുരിശ് പ്രളയകാലത്ത് അനുഭവിച്ച ദൈവരക്ഷയുടെ സ്മാരകമാണ്. ഇന്ന് അനേകരിവിടെ എത്തി തിരിതെളിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ തെളിഞ്ഞിരിക്കുന്ന കെടാവിളക്ക് 2024 ഒക്ടോബർ 31 അഭിവന്ദ്യ ഡോക്ടർ ഏബ്രഹാം മാർ സെരാഫിം തിരുമേനിയുടെ കൈകളാൽ തിരിതെളിയിക്കുകയും ഇന്ന് ഈ മലയുടെയും ഈ സ്ഥാപനത്തിന്റെയും അനുഗ്രഹദീപമായി നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമത്തിലുള്ള ചാപ്പൽ, ഏലിയ ചാപ്പൽ, സെയിന്റ് മേരീസ് ധ്യാനമുറി ഈ സ്ഥാപനത്തിന്റെ ആത്മീയ ശക്തിയുടെ ഉറവിടങ്ങളാണ്. പ്രകൃതിയോടിണങ്ങി ജീവിക്കുന്ന ഒരിടം കൂടിയാണ് ബെത്സേദ. ധാരാളം പക്ഷികളും വളർത്തുമൃഗങ്ങളും മരങ്ങളും പൂച്ചെടികളും ഔഷധ സസ്യങ്ങളും ഇവിടെ വരുന്ന സന്ദർശകർക്ക് വിസ്മയ കാഴ്ചയൊരുക്കുന്നു. ഇവിടെ ചുറ്റും പച്ചപ്പാണ്, മരങ്ങളും ചെടികളും നിറഞ്ഞ ഒരു ശാന്തമായ അന്തരീക്ഷം. ബെത്സേദയിൽ ചിലവഴിക്കുന്ന സമയം ഒരു സഞ്ചാരം മാത്രമല്ല, അതൊരു ആത്മാവിനെ പുതുക്കുന്ന അനുഭവമാണ്. പ്രകൃതിയോടിണങ്ങി ജീവിക്കുന്ന ഒരു ജീവിത രീതിയെ ഇത് നമുക്ക് കാണിച്ചു തരുന്നു. പ്രിയരെ, വന്ദനായ സന്തോഷ് ജോർജ് അച്ഛന്റെ നേതൃത്വത്തിൽ ബെത്സൈദ മിഷൻ അനുഗ്രഹകരമായ ശുശ്രൂഷയാണ് നിർവഹിക്കുന്നത്. ഇനിയുള്ള സ്വപ്നം 100 ബെഡുകളുള്ള ഒരു പാലിയേറ്റീവ് കെയറായി ഇത് ഉയർത്തുക എന്നുള്ളതാണ്. അത് അതിബൃഹത്തായ ഒരു പദ്ധതിയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാപൂർവമായ പിന്തുണ ഇതിനാവശ്യമുണ്ട്. ഈ പ്രസ്ഥാനത്തെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. നിങ്ങൾ ഈ സ്ഥാപനം സന്ദർശിക്കണം. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. സങ്കീർത്തനത്തിൽ ഒരു വചനമുണ്ട്, 115:1. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും നിന്റെ വിശ്വസ്ത നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തുക. ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തോട് സംസാരിച്ച് ദൈവകൃപയിൽ ആയി തീർന്നെടുത്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ബെത്സൈദ വന്നത്. ദൈവത്തിന്റെ കൃപ ഒന്നില്ലായിരുന്നെങ്കിൽ ഒന്നും ചെയ്യുവാൻ ആർക്കും സാധിക്കില്ലായിരുന്നു. ഇവിടെ ദൈവത്തിന് ബലിപീഠം പണിയുവാൻ ബലഹീനായ എന്നെ ദൈവം വിളിക്കും. ഒപ്പം നിസ്സഹായരായ കുറെ മനുഷ്യരെ കർത്താവ് കൂടെ തന്നു. ഇന്ന് ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്, ഈ സ്ഥാപനത്തെ ഏറെ സ്നേഹത്തോടും ധീരമായും നയിക്കാൻ ഒരു മെത്രാപ്പോലീത്ത ഉണ്ടായി എന്നുള്ളതാണ്. അഭിവന്ദ്യ ഡോക്ടർ ഏബ്രഹാം മാർ സെറാഫിം തിരുമേനി ഈ സ്ഥാപനത്തിന് നൽകുന്ന വലിയ കരുതലുണ്ട്, വലിയ സ്നേഹമുണ്ട്, വലിയ നടത്തിപ്പുണ്ട്, അനുഗ്രഹമുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വലിയ വില കൊടുക്കുന്നുണ്ട് ഈ പ്രസ്ഥാനം. ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ തരുന്ന നിസ്സീമമായ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞേ മതിയോ. നിരവധി പേരെ നന്ദിയോട് ഓർക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ സ്ഥാപനത്തെ തുടക്കം മുതൽ സ്നേഹിച്ച് പരിപാലിച്ച് നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഭാമക്കളായ പ്രിയപ്പെട്ടവർ, അല്ലാത്തവർ, വിവിധ സമുദായാംഗങ്ങൾ, പല ഡിനോമിനേഷനുള്ള വ്യക്തികൾ, എന്റെ സുഹൃത്തുക്കൾ, അവരെല്ലാം ഈ സമയത്ത് നന്ദിപൂർവ്വം സ്മരിക്കുന്നു. എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് 14-ാം വർഷം പൂർത്തീകരിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. ബെത്സൈദ എന്ന് പറയുന്ന ഇതൊരു കാരുണ്യ ഭവനം. തിരുവചനത്തിൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ സൂചിപ്പിക്കുന്ന ഒരു ബെത്സൈദ തന്നെയാണ്. ബെത്സൈദ എന്ന് പറയുമ്പോൾ കരുണയുടെ ഭവനം, കരുണയുടെ സ്ഥലം, കരുണയുടെ കേന്ദ്രം എന്നവ. ഈ പ്രദേശത്ത് ഈ ബെത്സൈദ എന്ന് പറയുന്ന ഈ സ്ഥാപനം ധാരാളം ആളുകൾക്ക് തമ്പുരാന്റെ പരസ്യ ശുശ്രൂഷയിൽ, ക്രിസ്തുവിന്റെ പരസ്യമായ പ്രവർത്തനങ്ങളിൽ സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന, അശരണരായി ചേർത്ത് പിടിക്കുന്ന ഒരു ശുശ്രൂഷയായിരുന്നു. ആ ശുശ്രൂഷയാണ് ബെത്സൈദയുടെ പ്രിയപ്പെട്ട സന്തോഷത്തിന് ഇതിനുവേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഇത് ഒരു അനുഭവമാണ്. നമ്മുടെ തിരുവചനത്തിൽ നമ്മളോട് പറയുന്നത് പോലെ ക്രിസ്തുവിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട്, ക്രിസ്തുവിന്റെ ഒരു പരസ്യമായ ശുശ്രൂഷ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തനം ചെയ്യുന്ന ഈ ഒരു ബെത്സൈദ
എല്ലാവർക്കും ഒരു അനുഭവമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. അഭിനന്ദന ഡോക്ടർ അബ്രഹാം മാർ സറാഫീം തിരുവനന്തപുരത്തിൻ്റെ പ്രധാനമായ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ സ്ഥാപനം മുന്നോട്ട് പോകുമ്പോൾ സന്തോഷത്തിൻ്റെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നു. വളർച്ചയുടെ പാതയിൽ അനേക ആളുകളുടെ താങ്ങും തണലും ഉണ്ടായിരുന്നു. ഇന്ന് ഭദ്രാസനം ഇതിൻ്റെ പ്രധാനമായ നേതൃത്വം ഏറ്റുകൊണ്ടുകൊണ്ട് ഈ സ്ഥാപനം വളരുന്നു. അനേകർക്ക് ആശ്വാസമായി ഈ കുന്നിൻ്റെ മുകളിൽ ഈ സ്ഥാപനം പരിലസിക്കുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൈത്താങ്ങുകൾ നൽകുന്ന നാനാജാതി മതസ്ഥരുണ്ട് ഇതിൻ്റെ അകത്ത്. അന്തേവാസികളായിട്ട് ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, സാമ്പത്തികമായി സഹായിക്കുന്നവരുണ്ട്. എല്ലാവരെയും ഭദ്രാസനം പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഇതിന് അല്പമായിട്ടും അധികമായിട്ടും ഇതിനെ സഹായിക്കുന്ന ഏവരെയും തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ പൂർണ്ണ വളർച്ച പ്രിയപ്പെട്ട സന്തോഷത്തിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ ഇതിന് ഒട്ടനവധി പ്രോജക്റ്റുകൾ കടന്നു വരുവാനുള്ള ശ്രമത്തിലും പരിശ്രമത്തിലുമാണ്. അതിൻ്റെ വഴികളിൽ നമുക്ക് ചെയ്യുവാനുള്ളത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾക്ക് ശക്തി കൊടുക്കുവാനും സാമ്പത്തികമായി ഇതിനെ സഹായിക്കുവാനും അനേകരെ ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുവാനും അവരെ പരിചരിക്കുവാനവർക്ക് ആവശ്യമായ ദൈവകൃപകൾ ലഭിക്കുവാനുമായിട്ടാണ്. എല്ലാ നന്മകളും നേരുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. സ്വർഗീയനായ എന്റെ അപ്പാ, നിന്റെ ബലമേറും ഭുജം നീതി സൂര്യ എന്നിൽ ഉദിക്കയല്ലാതെ അസ്തമിക്കരുതേ. നിന്റെ വെളിച്ചത്തിൽ തന്നെ ഞാൻ നടക്കട്ടെ. നിന്റെ വിരൽത്തുമ്പിൽ ഞാൻ എന്നെ ബന്ധിച്ചിടട്ടെ. എന്തെന്നാൽ യാതൊന്നും എന്നെ നിന്നിൽ നിന്ന് അകറ്റുന്നതിന് ഇടയാകാതെ ഇരിക്കുവാൻ അമ്മ, എനിക്കും പോണം ബെത്സേദയിൽ. شوق كونه طفرتي